നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണല്ലോ ഈ ബെല്ലി ഫാറ്റ് കൊണ്ട്. ചിലർ സ്ലിം ആയിരിക്കും, ചിലർ വണ്ണമുള്ളവരായിരിക്കും. ഇവർക്കൊക്കെ പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ണമുള്ളതും സ്ലിമ്മൊന്നും അല്ല പ്രോബ്ലം, ഇവരുടെ വയറ് ചാടുന്നതാണ്. സ്ലിം ആയിരിക്കുന്നവർക്ക് പോലും പലപ്പോഴും വയറ് ചാടി നമ്മൾ കാണാറുണ്ട് അല്ലേ. ബെല്ലി ഫാറ്റ് ഉണ്ടാവാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ ഫുഡ് ഹാബിറ്റ് കറക്റ്റ് അല്ല. രണ്ടാമത്തെ സെഡൻഡറി വർക്ക്, ഇപ്പോൾ IT ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് കൂടുതലായിട്ട് ബെല്ലി ഫാറ്റ് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇരുന്നുള്ളവർക്ക്, ഇപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിലും വെറുതെ അധികം പണിയൊന്നുമില്ല, വീട്ടിൽ സെർവൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെ ജസ്റ്റ് എപ്പോഴും ഇരിക്കുന്ന വീട്ടമ്മമാർക്കും ബെല്ലി ഫാറ്റ് കണ്ടുവരാറുണ്ട്. അല്ലാതെ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ. അടുത്തത് ഫാറ്റി ലിവർ ഉള്ളവർക്കും ഇത്തിരി ബൾജിങ് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ റൂട്ട് കോസ് പ്രധാനമായിട്ടും കണ്ടെത്തുക. എന്താണ് കാരണം ബെല്ലി ഫാറ്റ് ഉണ്ടാവാൻ എന്നുള്ളത് പ്രധാനമായിട്ടും കണ്ടെത്തേണ്ടതാണ്. പിന്നെ അസിഡിറ്റി, ബ്ലോട്ടിംഗ് ഒക്കെ കൊണ്ട് ബെല്ലി ഫാറ്റ് പോലെ വയറെപ്പോഴും വീർത്തിരിക്കുന്നവരുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക്, അതായത് വയറ്റിൽ നിന്ന് ശോധന അധികം ഇല്ലാത്തവർക്ക് ഒക്കെ ബെല്ലി ഫാറ്റ് കണ്ടുവരുന്നുണ്ട്. അതായത് വയറെപ്പോഴും ഇങ്ങനെ വീർത്തിരിക്കും. ബെല്ലി ഫാറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് അസിഡിറ്റി കൊണ്ട് ഒരു ബ്ലോട്ടിങ്. അപ്പോൾ മിക്കവരുടെയും വിചാരം വയറ് ചാടി എന്നാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റൊമക്ക് അപ്സെറ്റ് ആണെങ്കിൽ ഇതുപോലെ വയറെപ്പോഴും ബൾജ് ചെയ്ത് നിൽക്കും. പിന്നെ ഡയസ്റ്റാസിസ് റെക്റ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ഉണ്ടെങ്കിലും വയറിങ്ങനെ ചാടിയ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതിന് പ്രത്യേകം വർക്കൗട്ടാണ് കേട്ടോ. ഡയസ്റ്റാസിസ് റെക്റ്റിക്ക് നമ്മളിപ്പോൾ ഡയറ്റ് എടുത്താലും വർക്കൗട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതിന് പ്രത്യേകം വർക്കൗട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഡയസ്റ്റാസിസ് റെക്റ്റി ആണോ എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടിട്ടോ നിങ്ങൾ കറക്റ്റായിട്ട് റെക്ടിഫൈ ചെയ്യേണ്ടതുമാണ്. ബെല്ലി ഫാറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബെല്ലി ഫാറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് കുറയ്ക്കാൻ ശ്രമിക്കണം. അതിനായിട്ട് ഫുഡ് ഹാബിറ്റ് കറക്റ്റ് ആക്കുക. അതുപോലെ തന്നെ എക്സസൈസ് മസ്റ്റ്. എക്സസൈസ് നന്നായിട്ട് സ്ട്രെച്ചിങ്, പ്ലാങ്ക് തുടങ്ങിയ എക്സസൈസ് ഒക്കെ നന്നായിട്ട് ചെയ്യുക. അത് ആരോടെങ്കിലും എക്സ്പേർട്ടിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വർക്കൗട്ട്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വർക്കൗട്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു മാസം നിങ്ങളൊരു വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് മന്ത് വർക്കൗട്ട് മാറ്റി കൊടുക്കുക. എന്നാൽ മാത്രമേ അത് എഫക്റ്റീവായിട്ട് വരുള്ളൂ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എപ്പോഴും വർക്കൗട്ട് മാറ്റി കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരേ വർക്കൗട്ട് ആകുമ്പോഴത്തേനും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് അധികം യൂസ് ആവാതാവും. വീണ്ടും വീണ്ടും നമ്മൾ ട്രൈ ചെയ്യണം. ഇനി ബെല്ലി ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ട് പല ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. ഈ ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബെല്ലി ഫാറ്റ് അല്ല കേട്ടോ പോണത്. നമ്മുടെ ഈ ഫാറ്റ് ഇത്തിരി ഒന്ന് കട്ട പിടിച്ചിരിക്കുന്ന ഫാറ്റ് ഇത്തിരി ഒന്ന് മൊബിലൈസ് ചെയ്യാനായിട്ട് ഇത് സഹായകരമാവും. അതിൻ്റെ കൂടെ നിങ്ങൾ വർക്കൗട്ട് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഫാറ്റ് ലോസ് ഉണ്ടാവും. പിന്നെ അസിഡിറ്റി, ബ്ലോട്ടിംഗ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഡിറ്റോക്സ് ഡ്രിങ്ക്സ് സഹായിക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. പലരും പറയാറുണ്ട് ഡിറ്റോക്സ് ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ വേറെ എഫക്റ്റ് ഇല്ല, വേറെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ. പക്ഷേ അസിഡിറ്റി, ബ്ലോട്ടിങ്, അതുപോലെ ഫാറ്റി ലിവർ, ബെല്ലി ഫാറ്റ് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഇത് സഹായകരം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ ഇപ്പോൾ എന്ത് ഡിറ്റോക്സ് വാട്ടർ ആണെങ്കിലും അതിൽ സ്പൈസസാണ് കൂടുതലായിട്ട്. ഇപ്പോൾ കറുകപ്പട്ട, ജാതിക്കയുടെ പൊടി, കുരുമുളക്, നല്ല ജീരകം, പച്ചമഞ്ഞൾ തുടങ്ങിയ സ്പൈസസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ സ്പൈസസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സഹായകരമാണ്. ഒരുപാട് മെഡിസിൻസ് ഒക്കെ നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെയൊക്കെ വെള്ളം തിളപ്പിച്ചൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് എഫക്റ്റീവ് ആവും. ഇപ്പോൾ പല ഡയറ്റീഷ്യൻസും ഡോക്ടേഴ്സും ഒക്കെ ഒരുപാട് പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ പറയുന്നുണ്ടല്ലേ. ഇതൊക്കെ കെമിക്കൽസ് തന്നെയല്ലേ. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് കുറേ കാലം കഴിഞ്ഞ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹാംഫുൾ എഫക്ട്സ് ഉണ്ടാവും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക്. അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതികൾ കുറേയൊക്കെ ട്രൈ ചെയ്യുക. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വർക്കൗട്ട്, പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബെല്ലി ഫാറ്റൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വർക്കൗട്ട് ഞാൻ പറഞ്ഞു. ഇനി ഡയറ്റിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തേത് ഈ മൈദയുടെ ആഹാര സാധനങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ ഒഴിവാക്കാം. ഒക്കേഷണലി കഴിക്കുന്നതല്ല ഞാൻ പറയുന്നത്. ചിലർ ഇപ്പോൾ പണിയൊക്കെ ചെയ്യുന്ന ആളുകൾ, പണിക്കാരുണ്ടാവുമല്ലോ, ഈ വാർക്കപ്പണി അങ്ങനത്തെ പണിക്കാർ ഒക്കെ മെയിനായിട്ട് ഈ പൊറോട്ടയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു സമയം കഴിച്ചു കഴിഞ്ഞാൽ മതി, പിന്നീട് കുറേ നേരം വയറിങ്ങനെ ഫുള്ളായിട്ട് തന്നെ കിടക്കും. പൊറോട്ട ദഹിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത മീൽ ടൈമിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവരുടെ കയ്യിലൊന്നും അധികം പൈസ ഉണ്ടാവില്ലല്ലോ, ഫുഡ് എപ്പോഴും പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാനൊക്കെ. ഒരു സമയത്തെ ഭക്ഷണം വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നവർ കുറേ പേരുണ്ടാവും. അതുപോലെ തന്നെ പ്രവാസികളും കൂടുതൽ ഈ പൊറോട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ, മൈദയുടെ സാധനങ്ങളൊക്കെ കഴിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. കുബൂസ് തന്നെ ഗോതമ്പിൻ്റെയും കിട്ടും, മൈദയുടെയും കിട്ടും. മൈദയുടെ കുബൂസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ഇതുപോലെയുള്ള ഒരു ഫുൾനെസ് ഓഫ് സ്റ്റൊമക്ക് വരുത്തും. അതുകൊണ്ട് തന്നെ വേറെ ഫുഡിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുകയും വിശപ്പ് ഒരുപാട് നേരം
വിശപ്പില്ലാത്തൊരവസ്ഥയിലോട്ട് എത്തിച്ചേരാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഭക്ഷണ സാധനമൊക്കെ കഴിക്കുമ്പോൾ ഇവർക്ക് പൈസ അധികം ആവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതിയാവും. ഒരു നേരത്തെ മീൽ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹെവി മീൽസ് കഴിക്കുന്നത്. പക്ഷേ കുറേ നാൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അൾസർ ഉണ്ടാവും. അതുപോലെ തന്നെ ഉറപ്പായിട്ടും വയറിങ്ങനെ ചാടി ചാടി വരും. പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാവും. അതുകൊണ്ട് തന്നെ മൈദയുടെ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. അത്യാവശ്യം ബോഡിക്ക് ഹൈഡ്രേഷനും ആവശ്യമായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിലും അതും പ്രോബ്ലമാണ്. അത് നമ്മുടെ ബോഡിയെ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം അത്യാവശ്യം കുടിക്കാം. ഒരാൾക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് 35 ml/kg ആണ് ഒരാൾക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഡോക്ടേഴ്സ് ഏതെങ്കിലും ഡിസീസിന് വെള്ളം കുറവ് കുടിച്ചാൽ മതി എന്ന് പറയുന്നവരൊഴികെ ബാക്കി എല്ലാവർക്കും വെള്ളം നന്നായിട്ട് തന്നെ കുടിക്കാവുന്നതാണ്. ഇനി കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട ടോട്ടൽ കാലറിയുടെ 60% കാർബോഹൈഡ്രേറ്റ് വേണമെന്നാണ്. അപ്പോൾ അതനുസരിച്ച് മിനിമൈസ് ചെയ്താൽ മതിയാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിന്നർ ലേറ്റ് ആക്കരുത്. ഡിന്നർ നേരത്തെ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബെല്ലി ഫാറ്റൊക്കെ പമ്പ് കിടക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിന്നർ നേരത്തെ ആക്കുക. ഒരു 7 മണിക്ക് അപ്പുറം ഡിന്നർ പോയില്ലെങ്കിൽ വളരെ നല്ലത്. ഇനി പ്രവാസികൾക്കൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ ഡ്യൂട്ടി കഴിയുമ്പോൾ തന്നെ 9-10 മണിയൊക്കെ ആവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം കിടക്കാവുള്ളൂ. ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ തന്നെ കയറി കിടന്നു കഴിഞ്ഞാൽ ബെല്ലി ഫാറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇരിക്കുക. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അല്ലാതെ കണ്ടിന്യൂസ് ഒരു സ്ഥലത്ത് തന്നെ രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ 5:30 വരെ അങ്ങനെ ഇരിക്കരുത്. അരമണിക്കൂർ കൂടുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് സ്ട്രെച്ച് ചെയ്യുക. ചെയർ റിവോൾവിങ് ചെയർ ആക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവോൾവ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയും കുറച്ച് കാലറി ബേൺ ആയി പോകും. ഫോൺ തൊട്ടടുത്ത് വെക്കരുത്, കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കുക. നമ്മൾ എഴുന്നേറ്റ് പോയി എടുക്കത്തക്ക ഗ്യാപ്പാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ ശ്രദ്ധിക്കുക. വീട്ടിലുള്ളവരാണെങ്കിൽ ഒരു സിനിമ കാണുക, 2-2.5 മണിക്കൂറൊക്കെ ഉണ്ടാവും ഒരു ഫിലിം അല്ലേ. ഫിലിം അങ്ങനെ ഒറ്റനേറ്റിക്ക് കാണാതെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് എഴുന്നേൽക്കുക, സ്ട്രെച്ച് ചെയ്യുക, വീണ്ടും ഇരിക്കുക. അങ്ങനെ ചെയ്യാം. വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ അടുത്ത് തന്നെ വെക്കാതെ കുറച്ച് മാറ്റി വെക്കുക. അപ്പോൾ അത്രയും ദൂരം നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് എന്നിട്ട് വെള്ളം കുടിക്കാമല്ലോ. ഒരു കാര്യം പറയുവാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ രാത്രിയാണ് അയൺ ചെയ്യുന്നത്. എൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് സെറ്റാക്കി വെക്കും. എൻ്റെ അയണിങ് റൂം എന്ന് പറയുന്നത് മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ ആ സമയത്ത് അയൺ ചെയ്തിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സ് എടുത്ത് താഴെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. രാവിലെ നല്ല തിരക്കുള്ള സമയമായിരിക്കുമല്ലോ. പക്ഷേ ഞാൻ എന്താ ചെയ്യുന്ന, മുകളിൽ തന്നെ വെക്കും. അപ്പോൾ രാവിലെ എന്തായാലും ഡ്രസ്സ് എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ആവശ്യമാണല്ലേ, ആവശ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ കോണിപ്പടി കയറി മേലെ പോകും, ഡ്രസ്സ് എടുത്തിട്ട് താഴേക്ക് വരും. അപ്പോൾ ഇതിൽ നിന്ന് കുറേ കാലറി എൻ്റെ ബേൺ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡ്രസ്സുകൾ ഞാൻ മുകളിൽ തന്നെ വെക്കുന്നത്. രാവിലെ മാത്രമേ ഇത് എടുക്കാറുള്ളൂ, രാത്രി കൊണ്ടുവന്ന് താഴേക്ക് വെക്കാറില്ല. ഇങ്ങനെ നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഓരോ കാര്യങ്ങളിലും എന്തൊക്കെ ചെയ്താലാണ് നമ്മുടെ കാലറി ബേൺ ആയി പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. എളുപ്പ വഴി ഒരിക്കലും നോക്കരുത്. എളുപ്പ വഴി നോക്കി കഴിഞ്ഞാൽ നമ്മൾ മടിയന്മാരും മടിച്ചുകളും ഒക്കെ ആയി മാറും. അപ്പോൾ അതുകൊണ്ട് എളുപ്പ വഴി നോക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡയറ്റീഷ്യനാണ്. പുള്ളിക്കാർ പറയുന്നൊരു കാര്യം, ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലോട്ട് പുള്ളിക്കാർ നടന്നല്ല പോകുന്നത്, ജസ്റ്റ് ഒന്ന് ഓടിയാണ് പോകുന്നതെന്നാണ് പറയുന്നത്, എന്തെങ്കിലും സാധനം എടുക്കാനൊക്കെ. അപ്പോൾ അതുവഴി കുറേ കാലറി നടക്കുന്നതിനെക്കാട്ടിയും കൂടുതലായിരിക്കും ഓടുമ്പോൾ കാലറി ബേൺ ആവുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യേണ്ടതാണ്. അല്ലാതെ വർക്കൗട്ട് മാത്രം പോരാട്ടോ. വർക്കൗട്ട് ഒരു ഹാഫ് ആൻ അവർ ചെയ്തു എന്ന് വെച്ചിട്ട് വലിയ കാര്യമില്ല. അത് ഫാറ്റ് ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ, അത് കൂടാതെ നമ്മൾ ദൈനംദിന ആക്ടിവിറ്റീസ്, അതാകുമ്പോൾ കുറേ സമയം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ സമയത്തൊക്കെ ഇതുപോലെ പല കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കാലറി ബേൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഡയറ്റ് എപ്പോഴും വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. പച്ചക്കറികൾ, ഇലക്കറികൾ, ഫ്രൂട്ട്സ്, മീൻ, അതുപോലെ മുട്ട, ഇതൊക്കെ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ മുട്ടയൊക്കെ ആണെങ്കിലും ഡെയിലി കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ 3 എണ്ണമെങ്കിലും ഉണ്ണിയോടുകൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ഹെൽത്തിന് ഒരുപാട് നല്ലതായിരിക്കും. നട്ട്സ് യൂസ് ചെയ്യാം, സീഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ സവാള വട, പഴംപൊരി, ഇതുപോലെ ചിപ്സ് ഐറ്റംസ്, ഇതുപോലെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒക്കെ ഒഴിവാക്കിയിട്ട് ഒന്നെങ്കിൽ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ആഹാര സാധനങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അവൽ ജസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. അതും അല്ലെങ്കിൽ നട്ട്സ് യൂസ് ചെയ്യാം, സീഡ്സ് യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള എന്തെങ്കിലും ആഹാര സാധനം ടീ ടൈമിലൊക്കെ യൂസ് ചെയ്യാം.
അപ്പം അത്രയും കാലറി കുറവും മതി, ഹെൽത്തിയറുമാണ്. ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ടി ഉപരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബെല്ലി ഫാറ്റ് എന്നല്ല വെയിറ്റും ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഒരുപാട് സഹായകരമാവും. എപ്പോഴും ഹെൽത്തിയർ ആയിട്ട് നിങ്ങൾ ഇരിക്കുകയും ചെയ്യും. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ഡൈനിങ് ടേബിളിൽ ഇരുന്നാണല്ലോ ഫുഡ് കഴിക്കുന്നത്. നിലത്തിരുന്നൊന്ന് കഴിച്ചു നോക്കിക്കേ. നിലത്തിരുന്ന് കഴിക്കാനായിട്ട് പ്രായമുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ കുട്ടികളിൽ വരെ അങ്ങനെ ഒന്ന് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാട്ടോ. നിലത്ത് ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലോട്ടിങ്, അസിഡിറ്റി ഒക്കെ കുറയ്ക്കാനും സഹായകരമാവും. ബെല്ലി ഫാറ്റൊന്നും ഒട്ടും വരില്ല. പണ്ടുള്ളവർക്കൊക്കെ അങ്ങനെ കുടവയറ് വളരെ കുറവല്ലായിരുന്നു. അധികമൊന്നും കണ്ടിട്ടില്ലല്ലോ. വളരെ റെയർ ആയിട്ടുള്ളവർക്ക് മാത്രമേ കാണാറുണ്ടായിരുന്നുള്ളൂ. കാരണം പണ്ടുള്ളവരൊക്കെ ഭക്ഷണം നിലത്തിരുന്ന് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അവരൊക്കെ യൂറോപ്യൻ ക്ലോസറ്റ് അല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? നിലത്തുള്ള ക്ലോസറ്റൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുവഴിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേഷൻ കറക്റ്റായിട്ട് നടക്കും. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ബെല്ലി ഫാറ്റൊക്കെ കുറവേ വരുള്ളൂ. കണ്ട് തന്നെ വരാറില്ല എന്ന് പറയാം. ഇനി ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഒരു അടിപൊളി ഡീറ്റോക്സ് വാട്ടർ കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞു തരണോ? വേണ്ട, എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡീറ്റോക്സ് ഡ്രിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.